യു എയിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ സമയമാണ്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ നടക്കുന്നതും ദുബായിൽ തന്നെയാണ്, യു എയിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. മാർച്ച് 9 ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ നടക്കുന്നത്. ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയം നേടിയതോടുകൂടിയാണ് കലാശപ്പോരിൽ ഇന്ത്യ കളിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പായത്. അതോടുകൂടി ഫൈനൽ മത്സരം തീർച്ചയായിട്ടും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നടക്കും എന്നുള്ള ഒരു കാര്യവും വ്യക്തമായിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആതിഥേയത്വം ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എന്നുള്ള നിലപാടെടുത്തതോടെ ഇന്ത്യ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും ദുബായിലേക്ക് മാറുകയായിരുന്നു. അതാണിപ്പോ പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന ഫൈനൽ മത്സരം പോലും ഇപ്പൊ ദുബായിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ടാക്കിയത്. ഇന്നിപ്പോ പാകിസ്ഥാനിൽ 2ാം സെമി നടക്കുകയാണ്. ന്യൂസിലൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇതിലെ വിജയിയായിരിക്കും മാർച്ച് 9 ഇന്ത്യ ഫൈനലിൽ നേരിടുക. സോ ഇന്നിപ്പോ പറയാൻ വന്നത് ICC ഈ ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റ് സെയിൽ ആരംഭിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ICC വെബ്സൈറ്റിൽ പോയി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സ്റ്റുഡിയോ ബോക്സുകളുണ്ട്, അവിടെ ചെന്നിട്ട് ഫിസിക്കൽ ടിക്കറ്റും സ്വന്തമാക്കാം. സോ ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. ഇതൊരു സുവർണ അവസരം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം.